ഇന്ന് നമുക്ക് റവ വെച്ചിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്ക് തയ്യാറാക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ അരക്കപ്പോളം ശർക്കര വേണം. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് തന്നെ ഒരു 1/4 കപ്പോളം വെള്ളം കൂടി ചേർക്കാം. ഇനി ഇതിലോട്ട് ഏലക്കയാണ് ചേർക്കേണ്ടത്. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ പൊടിയായിട്ട് ചേർക്കാം, അല്ലെങ്കിൽ ഒരു ഏലക്ക ചതച്ചെടുത്തതാണ്, അത് ചേർത്താലും മതിയാവും. ഇനി നിങ്ങൾ എടുക്കുന്ന ശർക്കരയിൽ മണ്ണുണ്ടെങ്കിൽ ശർക്കര ഒന്ന് തിളച്ചതിന് ശേഷം അരിച്ചെടുക്കാം. ഇതിപ്പോൾ മണ്ണൊന്നും ഇല്ലാത്ത കാരണം ഞാൻ നേരിട്ട് തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ചേർക്കുകയാണ്. അപ്പോൾ ഈ വെള്ളം തിളച്ചതിന് ശേഷം 1/2 കപ്പോളം തേങ്ങ ചെറിയതും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ കറുത്ത എള്ളും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി തീ ഒന്ന് കുറച്ച് വെക്കണം. അതിന് ശേഷം ഇതിലോട്ട് റവ ചേർക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 1/2 കപ്പോളം ശർക്കര മതിയാവും. പഞ്ചസാര ആണെങ്കിലും ആ ഒരു അളവിൽ തന്നെ ചേർത്താൽ മതി. ഇനി നമ്മൾ ഉപ്പുമാവിനൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ റവ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. 3-4 മിനിറ്റ് നേരത്തേക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും റവ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ ഒഴിച്ച വെള്ളം മുഴുവനും വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇത്ര വെന്താൽ മതി. ഇനി നമുക്കിത് ഉടനെ തന്നെ വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് കുറച്ച് കാഷ്നട്ട് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർക്കാം. നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇത് ചേർത്താൽ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ചൊന്ന് മിക്സ് ചെയ്യാം. ചില റവയൊക്കെ ഒരുപാട് അങ്ങ് ഒട്ടി പിടിച്ചിരിക്കും. അങ്ങനെയുള്ള റവയാണ് എടുത്തെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ചേർത്താൽ മതിയാവും. ഗോതമ്പ് പൊടിയും ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ചെറിയ ബോൾസ് ആക്കി ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് എത്ര വലുപ്പത്തിലാണ് വേണ്ടത് അതിനനുസരിച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. ഓരോന്നും ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം റെഡിയാക്കി എടുത്തു. ഇനി ഇത് വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോ ബോൾസും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറുത്തെടുത്താൽ മതി, കാരണം റവയൊക്കെ നല്ലതുപോലെ വെന്തതാണ്. ഇതിൻ്റെ പുറം ഭാഗം മാത്രം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതിയാവും. ഇപ്പോൾ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. റവ കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്